ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അടുത്ത സെഷനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാ പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തത് പൊസിഷൻ വെക്ടർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പം നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മൾ ഒരു റഫറൻസ് ഫ്രെയിം എടുത്തിട്ടാണ് ഒരു മോഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിൽ ആ റഫറൻസ് ഫ്രെയിമിൽ ഒരു കോമൺ പോയിന്റ് ഉണ്ടായിരുന്നു, ഒറിജിൻ. അങ്ങനെയാണെങ്കിൽ ഏതൊരു പൊസിഷനും ആ ഒറിജിനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന വെക്ടറിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്, പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ പി എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമുക്കറിയാം ഈ എക്സ് വൈ പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇവിടെ രണ്ട് കോർഡിനേറ്റ്സ് ആണ് ഉണ്ടാകുക. ഇതാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ രണ്ട് കോർഡിനേറ്റ്സ്, ഒന്ന് x1 ആയിരിക്കും, മറ്റൊന്ന് y1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഈ പി എന്ന് പറയുന്ന പോയിന്റ് രണ്ട് കോർഡിനേറ്റ്സ് x1 ആൻഡ് y1 എന്നിങ്ങനെ രണ്ട് കോർഡിനേറ്റ്സ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ Q എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് കാണാം ഒരു x2 കോർഡിനേറ്റും ഒരു y2 കോർഡിനേറ്റും ഉണ്ട്. അപ്പൊ ഈ എന്താണ് Q എന്ന് പറയുന്നത് x2 y2 ആണ്. അപ്പൊ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പം ആ പ്ലെയിനിലെ ഒരു പോയിന്റിൽ നമ്മൾ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മിനിമം നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടാവും. റെക്ടാങ്കുലാർ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് അവിടെ മൂന്ന് കോർഡിനേറ്റ്സ് വരെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ ഒറിജിനുമായിട്ട് ചേർത്ത് നമ്മൾ വരയ്ക്കുന്ന വെക്ടറിന്റെ പേരാണ് പൊസിഷൻ വെക്ടർ. അങ്ങനെയാണെങ്കിൽ അതേ പോയിന്റ് ക്യൂവിനെ നമ്മൾ ചേർത്ത് വരയ്ക്കുമ്പം മറ്റൊരു വെക്ടറാണ് R2, ദാറ്റ് ഈസ് ഓൾസോ എ പൊസിഷൻ വെക്ടർ. അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂയുടെയും ഇടയിൽ നമ്മൾ കാണുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. ഇറ്റ്സ് റിട്ടൺ ആസ് ഡെൽറ്റ ആർ. അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചാൽ, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ഇപ്പൊ പി ക്യൂ എന്ന രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണോ അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വെക്ടർ ഓപ്പറേഷൻസ് പഠിച്ചപ്പം നിങ്ങളെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കുക, ഇതാ R1 വെക്ടർ പ്ലസ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, R2 ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതി വെക്കാം, വെക്ടർ R1 പ്ലസ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, R2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, R2 മൈനസ് R1 എന്നോ അല്ലെങ്കിൽ R1 മൈനസ് R2 എന്നോ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ഇത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു R2 മൈനസ് R1 എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് ലെങ്ത് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്താന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന് നിങ്ങൾ പറയുന്നത് ഈ ഒരു ലോജിക്കലാണ്. അങ്ങനെയെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത് y ആക്സിസ് പൊസിഷനും x ആക്സിസ് ടൈമുമാണെന്ന് കരുതുക. y ആക്സിസ് പൊസിഷനും x ആക്സിസ് ടൈമുമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ടൈമിനനുസരിച്ചുള്ള ലെങ്ത്തിലെ വേരിയേഷൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫിസിക്സിലായതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെലോസിറ്റി വരും, അത് കഴിഞ്ഞ് നമുക്ക് ആക്സലറേഷൻ വരും, അങ്ങനെ ഓരോരോ ക്വാണ്ടിറ്റീസ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് y ആക്സിസ് പൊസിഷൻ ആയിരിക്കും, x ആക്സിസ് ടൈം ആയിരിക്കും. ഇത് നിങ്ങൾ നേരത്തെ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പ്ലെയിൻ വരയ്ക്കുമ്പം ഇത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ്, അത് ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ മോഷൻ ഇൻ പ്ലെയിനിലെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം, നമ്മൾ എടുക്കുന്ന പോയിന്റുകളിൽ ഒരേ സമയം ഒരു പൊസിഷൻ വെക്ടർ കാണിച്ചതുപോലെ തന്നെ നമുക്കൊരു വെലോസിറ്റി വെക്ടർ കാണിക്കാൻ സാധിക്കും, ആക്സലറേഷൻ വെക്ടർ കാണിക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ തൽക്കാലം അതിന്റെ പൊസിഷൻ വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മാത്രം. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച പ്ലെയിനിലെ രണ്ട് കോർഡിനേറ്റ്സിനെ ഞാൻ R1 എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിനെ അതിന്റെ കോർഡിനേറ്റ്സ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തു.
അങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് പറയുമ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ പ്ലെയിന് ഞാനിവിടെ മാറ്റി വരയ്ക്കാം. ദിസ് ഈസ് ദ പ്ലെയിന്. ഈ പ്ലെയിനിലെ നിങ്ങളുടെ ഫസ്റ്റ് കേസ് ആണ്. അവിടെ ഒരു പൊസിഷൻ വെക്ടർ നിങ്ങൾ മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് ദാറ്റ് പൊസിഷൻ വെക്ടർ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ദെയർ ആസ് വെക്ടർ R1. ഓക്കെ, ഈ പോയിന്റ്, അതായത് നമ്മൾ ഇപ്പൊ കാണിച്ച ഈ P എന്ന് പറയുന്ന പോയിന്റ്, നിങ്ങൾക്കറിയാം ഇങ്ങോട്ട് ഒരു എക്സ് മെഷർമെന്റും ഇങ്ങോട്ട് ഒരു വൈ മെഷർമെന്റുമാണ്. അതുകൊണ്ട് എക്സ് ആക്സിസിലെ എല്ലാ മെഷർമെന്റുകളും ഞാൻ ഐ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ഉപയോഗിച്ചിട്ടും വൈ ആക്സിസിലെ മെഷർമെന്റുകളെല്ലാം ഞാൻ ജെ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ വരുമ്പം ഇതിലെ എക്സ് വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വാല്യൂ ഇറ്റ് ഈസ്, this is the x value. Okay, this is the x value. Okay, and this is the y value. Okay, അങ്ങനെയെങ്കിൽ ഈ എക്സ് വാല്യൂ ഈ കാണുന്ന പോയിന്റിലെ വെക്ടർ R1 എന്ന് പറയുന്നതിനെ ഞാൻ ഇത് x1 ആണ്, ഇത് y1 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതും, x1 i cap plus y1 j cap. Okay, this is the position vector R1 ന്റെ കോർഡിനേറ്റ് കേസ് നമ്മൾ എഴുതുമ്പോൾ അതാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? R2 എഴുതാലോ. ഇനി നിങ്ങൾ പറഞ്ഞ എന്താ? ഡെൽറ്റ R എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1 ആണ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് വാല്യൂസ് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്തു. സോ x2 മൈനസ് x1, y2 മൈനസ് y1. ഈ x2 മൈനസ് x1 നെയാണ് ഞാൻ ഇവിടെ ഡെൽറ്റ x എന്ന് എഴുതുന്നത്. y2 മൈനസ് y1 നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഡെൽറ്റ y എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും? ദീസ് ആർ ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹോറിസോണ്ടൽ ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ഡെൽറ്റ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ടിന്റെയും സ്ക്വയറുകളുടെ സം എടുത്ത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡും കിട്ടും. അപ്പം ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ലെസ് ദാൻ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇത് ഞാൻ ഇവിടെ മോഷൻ ഇൻ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ലേൺ ഫ്രം യുവർ വൺ ഡയമെൻഷണൽ മോഷൻ. കാരണം ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം അതൊരു മോഷന്റെ കേസ് പറയുമ്പം നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഇറ്റ്സ് ഡിറക്റ്റഡ് ഫ്രം വൺ സൈഡ് ടു അനദർ സൈഡ് എന്ന് സ്പെസിഫിക് ആക്കുന്ന സമയത്ത് ചിലപ്പം ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആയേക്കാം. പക്ഷെ ഒരു കാരണവശാലും ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാളും വലുതാവത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഷോർട്ടസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നതും അതുപോലെ ആ വെക്ടർ ലെസ് ദാൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് നമ്മൾ പറയുന്നതാണ്. അതായത് ഒരു കർവ്ഡ് പാത്ത് ആയിരിക്കുമ്പം ഒരു സംശയവും വേണ്ട, അത് ലെസ് ദാൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആയിരിക്കും. സ്ട്രെയിറ്റ് പാത്ത് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമുള്ളത്. അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആകാം കേട്ടോ. എന്നാൽ കർവ്ഡ് പാത്ത് ആയിരിക്കുന്നിടത്ത് ഒരിക്കലും എന്താവില്ല? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒരു കാരണവശാലും ഈക്വൽ ആവത്തില്ല. അവിടെ ഡിസ്പ്ലേസ്മെന്റ് എല്ലായ്പ്പോഴും ഡിസ്റ്റൻസിനേക്കാളും എന്തായിരിക്കും? സ്മോളർ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ once you learn displacement, the next is velocity. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ പൊസിഷൻ വെക്ടർ നമ്മൾ ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്താണ്? ടൈം ആണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ ആറിനെ നമുക്ക് ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്ന് എഴുതാം. കാരണം ഹോപ്പ് യു റിമെമ്പർ വാട്ട് ഐ മെൻഷൻ. ഡെൽറ്റ ആർ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? x2 മൈനസ് x1 ഐ ക്യാപ്പ് പ്ലസ് y2 മൈനസ് y1 ജെ ക്യാപ്പ് എന്നായിരുന്നു. അതിൽ x2 മൈനസ് x1 നെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്, y2 മൈനസ് y1 ആണ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഡെൽറ്റ എക്സ് ബൈ ടൈം ആകുമ്പം അത് വെലോസിറ്റി അലോങ് ദാറ്റ് ആക്സിസ് ആയിട്ട് വരും. ഡെൽറ്റ വൈ ബൈ ടൈം ആകുമ്പോൾ എന്താണ്? വെലോസിറ്റി അലോങ് ദി വൈ ആക്സിസ് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു പ്ലെയിൻ എടുത്ത് കാര്യങ്ങൾ പറയുമ്പം ആ എടുക്കുന്ന പോയിന്റുകളിലെല്ലാം ഒരുപാട് ഡയമെൻഷൻസിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. ആദ്യം ഞാൻ പൊസിഷൻ വെക്ടർ എന്ന ഡയമെൻഷൻ ഉപയോഗിച്ച് പറഞ്ഞു. ഇനി ഞാൻ അതേ പോയിന്റ് എന്ത് ചെയ്യും? വെലോസിറ്റി വെക്ടർ എന്ന ഡയമെൻഷൻ എടുത്ത് പറയും. അങ്ങനെ വരുമ്പം ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ
നമുക്ക് പറയാം എന്താണ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, ആവറേജ് വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. എന്താണ് ഡിറക്റ്റഡ് അലോങ് എന്താണ് ഇതാണ് കണ്ടോ. അപ്പം ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണെങ്കിൽ എന്താണ് ആവറേജ് വെലോസിറ്റിയും എന്താണ് വെക്ടർ ആണ്. പിന്നെ നമുക്കത് പ്രത്യേകിച്ചൊരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം വെലോസിറ്റി വെക്ടർ നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഈ കാണുന്ന ഒരു വെക്ടർ കണ്ടീഷൻ LHS വെക്ടർ ആണെങ്കിൽ RHS വെക്ടർ ആയിരിക്കണം. അപ്പൊ ന്യൂമറേറ്ററിലെ പൊസിഷൻ ആയിട്ട് എടുത്തിരിക്കുന്ന ഡെൽറ്റ ആർ എന്തായിരിക്കും, അതും വെക്ടർ ആയിരിക്കും. ഡിനോമിനേറ്റർ ടൈം ഒരു സ്കെലാർ ആയിരിക്കും. ഒരു സ്കെലാർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം, പക്ഷെ ഒരു വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യില്ല, അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ ഏതാണോ ക്വാണ്ടിറ്റി വരുന്നത് അത് വെക്ടർ ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, LHS എന്തായിരിക്കാം വെക്ടർ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നൗ ഇൻസ്റ്റന്റാനിയസ് വെലോസിറ്റി, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഭാഗമാണ് ഇൻസ്റ്റന്റാനിയസ് വെലോസിറ്റി. കുറച്ചുകൂടെ പറഞ്ഞാൽ നമ്മളൊരു ബോഡിയുടെ വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പം നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലെ. എന്നാൽ ആ ഒരു ലെങ്ത്തിൽ ഒരു ലാർജ് ഡിസ്റ്റൻസ് ആണെന്ന് കരുതുക. അത്രയും വലിയൊരു ഡിസ്റ്റൻസിൽ അത്രയും ടൈം എടുത്തിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഈ വെലോസിറ്റി പറഞ്ഞതെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എത്രയായിരിക്കും ഈ സ്പീഡ് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റന്റാനിയസ്. അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലെ വെലോസിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അത് P-ന്ന് Q-ലേക്ക് പോയി, ആര് പോയി, ആ വെഹിക്കിൾ പോയി എന്ന് പറഞ്ഞാൽ അവിടെ PQ ആണ് ഡിസ്പ്ലേസ്മെന്റ് ആക്കി എടുത്തത് നിങ്ങൾ. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് ടു, ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഡെൽറ്റ ആർ അല്ലെ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി എത്ര എന്നുള്ള, ആ ഒരു പോയിന്റിന്റെ വെലോസിറ്റി പറയുമ്പം ഇപ്പം ആദ്യം നിന്ന പോയിന്റ് ഇതാണ് അല്ലെ, അപ്പൊ ഇതായിട്ട് മാറി. ഈ പോയിന്റിൽ എത്രയാണ്, അപ്പൊ ഇതായിട്ട് മാറി. ഈ പോയിന്റ് എത്രയാണ്, ഇതായിട്ട് മാറി. അപ്പൊ നമുക്ക് ഈ ഓരോ ഇൻസ്റ്റന്റിലെയും വെലോസിറ്റി പറയാ എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ടേം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ബോഡിയെ സംബന്ധിച്ച് അതിന്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എത്ര സ്പീഡ് ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണെന്ത്, ഇൻസ്റ്റന്റാനിയസ് വെലോസിറ്റി. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വേ ഓഫ് എക്സ്പ്രസിംഗ് ദ ക്വാണ്ടിറ്റി ഈസ് ദിസ് വൺ, v വെക്ടർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0 ഡെൽറ്റ r ബൈ ഡെൽറ്റ ടി. കേട്ടോ, ഇതിനെ നമുക്ക് ഒരു കാൽക്കുലസിന്റെ രൂപം ഇട്ട് കൊടുക്കാം, dr ബൈ dt എന്ന് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഏത് ഇൻസ്റ്റന്റാനിയസ് വെലോസിറ്റി. അപ്പൊ അവിടെ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ ടൈം എത്തുമ്പോൾ കേട്ടോ, 0 ആവുന്നല്ല, ആ ടൈം എത്തുമ്പോൾ എത്രയാണ് വെലോസിറ്റി. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പം ഈ ബോഡി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു, ഈ PQ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ 10 സെക്കൻഡ് സമയം എടുത്തു, ഡിസ്പ്ലേസ്മെന്റ് എടുത്തു, വെലോസിറ്റി കണ്ടുപിടിച്ചു. എന്റെ ചോദ്യം എന്താണ്, 5ാമത്തെ സെക്കൻഡിൽ എത്രയായിരുന്നു അതിന്റെ വെലോസിറ്റി? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ആൻസർ കൊടുക്കേണ്ടത്. അതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5ാമത്തെ സെക്കൻഡ് ആകുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. കാരണം നിങ്ങൾ 1 ഡയമെൻഷനിൽ v = u + at എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, ആക്സലറേഷൻ അറിയാമെങ്കിൽ ഇവിടെ കൊടുത്ത് കണ്ടുപിടിക്കാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെക്ടർ, ദാറ്റ് dr ബൈ dt എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സൊല്യൂഷൻ കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇൻസ്റ്റന്റാനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവിടെ പറയേണ്ട മറ്റൊരു ക്വാണ്ടിറ്റിയാണ് ആക്സലറേഷൻ. ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, വെലോസിറ്റി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ആണ് അടുത്ത ക്വാണ്ടിറ്റി. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെന്ത് നമ്മൾ എന്താക്കി വെക്കുന്നത്, ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. അപ്പം ഈ കാണുന്ന ഒരു കണ്ടീഷനിൽ ഇപ്പൊ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതാണ് വെലോസിറ്റി, Q എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് വെലോസിറ്റി. അപ്പൊ നമുക്കറിയാം ഇവിടെ V1ന്റെ മാഗ്നിറ്റ്യൂഡ് V2ന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ വേറെയാണ്. അതുപോലെ തന്നെ V1ന്റെ ഡയറക്ഷൻ V2ന്റെ ഡയറക്ഷൻ ഒക്കെ വേറെയാണ്. നമുക്ക് 2 വെക്ടർ ക്വാണ്ടിറ്റികൾ തന്നു കഴിഞ്ഞാൽ ആ വെക്ടർ ക്വാണ്ടിറ്റികളുടെ റിസൾട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്തു, V1നെ ഞാൻ എന്ത് ചെയ്തു,
നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ V1 ഇങ്ങെടുത്തു. ഓക്കെ, അപ്പൊ V1 നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പാരലൽ ഷിഫ്റ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ V2 നമുക്ക് ഇങ്ങോട്ട് തള്ളി വെക്കാം കേട്ടോ. V1 ഇങ്ങനെ എത്തും. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പറഞ്ഞ എന്താ, ഇങ്ങനെ പറ്റത്തില്ല, നമുക്ക് എന്ത് ചെയ്യണം, ഇതൊരു സൈമൾട്ടന്യൂസ് വെക്ടർ ആക്കി മാറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ കാണിച്ചിരിക്കുന്ന V2 ഞാൻ എവിടേക്കാ തള്ളി വെക്കേണ്ടത്, നേരെ തള്ളി 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 ഇവിടേക്ക് കൊണ്ടുവച്ചു. സോ ദിസ് ഈസ് യുവർ V2, ഇത് നിങ്ങളുടെ V1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ദ റിസൾട്ടന്റ്. സെയിം യു വിൽ ഫൈൻഡ് ഹിയർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. സോ ദ ഫിഗർ ഈസ് ഗിവൻ ഹിയർ. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ V ബൈ ഈ ചേഞ്ച് നടക്കാൻ എടുത്ത സമയം ഉണ്ടല്ലോ, ആ V1 V2 ആകാൻ എടുത്തൊരു ഡ്യൂറേഷൻ ഉണ്ടാകും. അപ്പൊ ആ ഡെൽറ്റ V ആ ഡ്യൂറേഷൻ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ഡെൽറ്റ V2 മൈനസ് എത്രയായിരിക്കും, ഡെൽറ്റ V1 എന്നൊരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ VA നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ വൺസ് യു ഹാവ് കംപ്ലീറ്റഡ് ഓക്കെ ഹൗ ടു മെഷർ ഇറ്റ് യൂസിങ് ദ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. നിങ്ങൾക്ക് അറിയാം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊസിഷൻ അലോങ് എക്സ് ഡയറക്ഷനും ഉണ്ട്, വൈ ഡയറക്ഷനും ഉണ്ട്. അപ്പം പൊസിഷനെ നമ്മൾ എക്സ് ഡയറക്ഷനിലെ പൊസിഷനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് വെലോസിറ്റി ആയിട്ട് മാറും. സെയിം ലോജിക്കിൽ തന്നെ വെലോസിറ്റിയെ നമ്മൾ ആ ടൈം വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും. അങ്ങനെ വരുമ്പം ഒരു പ്ലെയിൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ കാണാൻ പോണത് ഇങ്ങനെ രണ്ട് ആക്സലറേഷൻ ആണ് നിങ്ങൾ കാണാൻ പറ്റുക. വൺ ഈസ് അലോങ് ദി എക്സ് ഡയറക്ഷനും അതർ വൺ ഈസ് അലോങ് ദി വൈ ഡയറക്ഷൻ. അപ്പൊ ഒരു മോഷൻ പറയുന്ന സമയത്ത് ഈ രണ്ട് ആക്സലറേഷൻ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രം ആ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. വെലോസിറ്റിയിൽ മാറ്റം കാണുന്നില്ല എങ്കിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഫോർ എൻ എക്സാമ്പിളിന് ഇപ്പൊ സർക്കുലാർ മോഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മോഷൻ ഇൻ പ്ലെയിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരു യൂണിഫോം സർക്കുലാർ മോഷൻ ആണെങ്കിൽ ഇവിടെ V1 ആണ് വെലോസിറ്റി, ഇവിടെയും V1 തന്നെയാണ് വെലോസിറ്റി, ഇവിടെയും V1 തന്നെയാണ് വെലോസിറ്റി, ഇവിടെയും V1 തന്നെയാണ് വെലോസിറ്റി. അപ്പൊ ഇവിടെ എല്ലാ വെലോസിറ്റിയും നമ്മൾ നോക്കി ഒക്കെ സെയിം ആണ്. അപ്പൊ ഒരു കുട്ടി പറയാ വെലോസിറ്റി മാറുന്നില്ല, ആക്സലറേഷൻ 0 അല്ല. കാരണം ഇവിടെ എന്ത് മാറുന്നുണ്ട്, ഡയറക്ഷൻ മാറുന്നുണ്ട്. V1 ഇങ്ങോട്ടാണ്, അത് പിന്നീട് ഇങ്ങോട്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ നിന്നൊരു മോഷൻ ഇങ്ങോട്ട് പോകുന്നൊരു മോഷൻ അത് ഇങ്ങോട്ട് തിരിയണമെങ്കിൽ അതിന്റെ എന്ത് മാറണം, ആ വെലോസിറ്റി ഡയറക്ഷൻ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ചേഞ്ച് നടക്കണം. അങ്ങനെ വരുമ്പം ഇവിടെ ഇത് ആക്സലറേറ്റഡ് മോഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത്, ഇവിടെ വെലോസിറ്റി എന്ത് മാറുന്നുണ്ട്, ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആക്സലറേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു ഡയറക്ഷനിൽ അങ്ങനെ സാധനം ഒരു ആക്സലറേഷൻ ഉണ്ടോ. അതുപോലെ തന്നെ ഉള്ള ആക്സലറേഷൻ എന്താണ്, ഇപ്പം വെലോസിറ്റി കൊടുത്തെന്ന് കരുതിയിട്ട് അത് ചേഞ്ച് ചെയ്യാത്തിടത്തോളം കാലം ആക്സലറേഷൻ ഉണ്ടെന്ന് പറയാനും നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇൻസ്റ്റന്റാനിയസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ആക്സലറേഷൻ്റെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾക്കറിയാം ആ നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് തന്നെ ഇൻസ്റ്റന്റാനിയസ് വെലോസിറ്റി dx/dt ആണെങ്കിൽ the same is we are following instantaneous acceleration is equal to dv/dt. അപ്പം ഈ ഒരു രൂപത്തിൽ കാര്യങ്ങൾ നിങ്ങൾ 1 ഡയമെൻഷൻ എന്ന ചാപ്റ്റർ മുതൽ പഠിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ ഒരു മോഷൻ ഇൻ പ്ലെയിൻ ആണ്. ആ പ്ലെയിനകത്ത് നമ്മളൊരു പോയിന്റ് എടുത്താൽ 2 കോർഡിനേറ്റ്സ് ഉണ്ടാകും, 2 വെലോസിറ്റി ഉണ്ടാകും, 2 ആക്സലറേഷൻ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത സെഷൻ വരുന്നത് ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞൊരു സെഷനാണ്. ആ സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അത് വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഈ പഠിച്ചതൊക്കെ എന്തിനാന്നുള്ളത്. കാരണം നിങ്ങളുടെ ബോർഡ് പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പൊസിഷൻ വെക്ടർ എന്താണെന്ന് ചോദ്യം. അപ്പൊ അതിന് ഉത്തരമാണ് പറഞ്ഞത്. പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ആ കാണിച്ചിരിക്കുന്ന പ്ലെയിനില് ആ പോയിന്റിന്റെ പൊസിഷൻ ഒറിജിനുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, പൊസിഷൻ വെക്ടർ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ബൈ.